കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായ 6ാം ദിവസവും 1000 കടന്ന പനി ബാധിതരുടെ എണ്ണം. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധന. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ജില്ലയിൽ 156 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കഴിഞ്ഞ 6 ദിവസം തുടർച്ചയായി 1000-ന് മുകളിലാണ്. ശനിയാഴ്ച മാത്രം 1216 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയവരുടെ കണക്കാണിത്. കഴിഞ്ഞ ആഴ്ചയിൽ 156 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 7 ഷിഗല്ല കേസുകളും ഒരു H1N1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 പേർക്ക് ഹെപ്പറ്റൈറ്റിസും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പനിബാധിതരുടെ കണക്കിൽ രണ്ടാമതാണ് കോഴിക്കോട് ജില്ല. പനി വരുമ്പോൾ എന്തായാലും നമുക്കൊരു പേടിയാണല്ലോ. കുട്ടികൾക്കായാലും കുട്ടികളെ ഇടയിലാണല്ലോ പനി അധികം, വലിയവരേലും ഉണ്ട്. അപ്പോൾ മരുന്ന് 5 ദിവസമൊക്കെ ഉണ്ടാവും. നല്ല ക്ഷീണം, മേലും കൈയും വേദന അങ്ങനെയൊക്കെ ഉണ്ടാവും. ടാബ്ലറ്റ് എടുത്താൽ 5 ദിവസത്തെ റെസ്റ്റാണ് പറയുന്നത്. പനി നല്ല പനിയാണ്, സൈഡായി. ജലദോഷപ്പനിയാണ്, ജലദോഷം തുമ്മി സൈഡായി. മരുന്ന് 2 മരുന്ന് കിട്ടാണ്ട്, അത് പുറത്തുനിന്ന് മേടിക്കണം. പനി തുടങ്ങിയിട്ട് 2 ദിവസമായി. അന്നിപ്പോൾ കുറച്ചധികം തോന്നിയപ്പോൾ പോകുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് 5-6 ടെസ്റ്റ് ചെയ്തു. 900 90,000 മറ്റേത് കൂടി കൗണ്ട് കൂടിയതാ. കുട്ടിക്ക് പനിയായിട്ട് ഒന്നാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു, ഒന്നും കംപ്ലൈൻറ്റ് കാണുന്നില്ല. കൗണ്ട് കുറച്ച് കൂടിയെന്നാണ്. 2 മരുന്ന് പുറത്തുനിന്നാണ്. പിന്നെ കുറേ ക്യൂ നിൽക്കണം, പിന്നെ അവിടെയും ക്യൂ നിൽക്കണം. മൊത്തത്തിലായിട്ടുള്ള പ്രശ്നമുണ്ട്. ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ പനി ഉണ്ടായാൽ പോലും സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രികളിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ ദിവസവും കോഴിക്കോട് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എല്ലാ മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് ലഭിക്കാത്തതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഡെൽന ലാസ്, മീഡിയ 1.